നമുക്ക് നാട്ടിലെ നഴ്സിംഗ് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിലെ നഴ്സിംഗ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളെ പറ്റി നോക്കിയാലോ. ജർമ്മനിയിലെ നഴ്സിംഗ് 3 വർഷമാട്ടോ. 3 വർഷം കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്കിന് കയറാം. പ്ലേസ്മെന്റ് കിട്ടിയ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം 3500 യൂറോ മുതൽ 4000 യൂറോ വരെ നമുക്ക് സാലറി ഉണ്ടാവും കേട്ടോ. അതായത് നാട്ടിലെ 1 വർഷത്തെ ശമ്പളം ജർമ്മനിയിലെ ഏതാണ്ട് 2 മാസം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും. അത് മാത്രല്ല കേട്ടോ, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് തന്നെയാട്ടോ. അതായത് ഒരു നഴ്സിന് ഇത്ര പേഷ്യൻസ് എന്നുള്ള കൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. കൂടിപ്പോയാൽ 8 മുതൽ 10 പേഷ്യൻസ് വരെ നമുക്ക് ഒരു ദിവസം കിട്ടുള്ളൂ. ആഴ്ചയിൽ 5 ദിവസം ജോലി, ബാക്കി 2 ദിവസം ഫുൾ ഓഫ്. പോരാത്തതിന് 30 ദിവസത്തെ പെയ്ഡ് ലീവും. ഇറ്റലിയിലോ സ്വിറ്റ്സർലാൻഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി വരാം. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആട്ടോ. നാട്ടിലെ ഡോക്ടർമാരുടെ പിന്നാലെ ഫയലും പിടിച്ച് നടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ജർമ്മനിയിൽ നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രീഡം ഉള്ള ജോബാട്ടോ. പേഷ്യൻസിന്റെ ഒരുവിധം കാര്യങ്ങളിലൊക്കെ നമുക്ക് സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാട്ടോ. അതായത് ഡോക്ടർമാർ നമ്മളെ ഒരു കൊളീഗായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു സഹായിയായിട്ടല്ല. ഇനി നമ്മുടെ നാട്ടിലെ നഴ്സുമാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 1 രൂപ പോലും എക്സ്ട്രാ വരാനില്ലല്ലേ. പക്ഷെ ജർമ്മനിയിൽ സംഗതി മാറൂട്ടോ. ഇവിടെ വൈനാക്സ് ഗെൽഡ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ക്രിസ്മസ് ബോണസ്. അതായത് ക്രിസ്മസിന് നമുക്ക് കിട്ടുന്ന സാലറിയുടെ പകുതിയോ അതിൽ കൂടുതലോ എമൗണ്ട് നമുക്ക് ഡിസംബർ മാസത്തെ സാലറിയോടൊപ്പം കയറൂട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂട്ടോ കാര്യങ്ങള്. നമ്മുടെ നാടിനെ കുറ്റം പറയല്ലാട്ടോ. പഠിച്ചു വളർന്ന സ്ഥലം നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാട്ടോ. പക്ഷെ നമ്മുടെ കരിയറിലും ലൈഫിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വേണമെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പുതിയ വഴികൾ കണ്ടുപിടിക്കുമല്ലോ. നമ്മുടെ അധ്വാനത്തിന് അർഹിക്കുന്ന വിലയും ബഹുമാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അതിനിപ്പോ ഭാഷ പഠിക്കണം എന്നാണെങ്കിൽ അങ്ങനെ.